എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ മൊഡ്യൂൾ 1 ഓൾറെഡി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ പഠിക്കാനുണ്ട്. നമ്മുടെ ലെവലിൽ ആലോചിക്കുമ്പോൾ മറ്റേത് വളരെ ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ കേറ്ററ്റിന് വേണ്ടി എടുത്ത ക്ലാസ് ആണ്. പക്ഷെ ആ ലെവലിൽ പഠിച്ചാൽ പോരാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊഞ്ചം കൂടെ കൂടിയ ലെവലിൽ പഠിക്കണം. ഓക്കെ, എന്നിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആരംഭിക്കാം. സെറ്റ് തിയറി നമ്മൾ കോണിക് സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. കോണിക് സെക്ഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു 3-4 വീഡിയോസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിച്ചോണം, കാരണം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, കഴിഞ്ഞ എക്സാമിനും കോണിക് സെക്ഷനിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നോക്കണേ, എന്താണ് സെറ്റ്? സെറ്റ് മാത്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എങ്കിലും എന്താണ്, നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള രീതിയിൽ പഠിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക്സ് തിയറട്ടിക്കൽ സൈഡ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് തീർക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കയറും. ഓക്കെ, ഓരോ ബേസിക് ഐഡിയാസ് പഠിക്കുമ്പോഴും അതിനോടനുബന്ധിതമായ 1-2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തിയറി മാത്രം പഠിക്കുന്നതിന്റെ ആ ഒരു മുഷിപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ. എനിവേസ്, തിയറി പഠിക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നോക്കാം. സെറ്റ് തിയറി കുറെ ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ അത്യാവശ്യം മാത്സ് പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ സെറ്റ് തിയറി പറഞ്ഞു. എങ്കിലും ഒരുപാട് സ്പീഡ് ആക്കി ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. എങ്കിലും ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് തീർത്തങ്ങ് പോവാം. ഇപ്പൊ എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണോ പറയേണ്ടത്, അതോ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണോ പറയേണ്ടത്? തീർച്ചയായും വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, കൃത്യമായി നിർവചിക്കപ്പെട്ട ഒബ്ജക്ട്സിന്റെ കളക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറ്റ്. ഓക്കെ, ഉദാഹരണം പറയാം. ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ സെറ്റ്, അല്ലെങ്കിൽ 10A പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ A ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, അത് 100% സെറ്റാണ് അല്ലെ? ഒരു സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം, അത് സെറ്റാണ്. കാരണം അതെല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ടതാണ്. ആരോട് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെ അല്ലെ? ONV കുറിപ്പ് എഴുതിയ പോയംസിന്റെ കളക്ഷൻ 100% സെറ്റാണ്. ആരോട് ചോദിച്ചാലും ഒരു ഉത്തരം തന്നെയാണ്. ആ പറയുന്ന ഉത്തരത്തിന്റെ ഓർഡറിന് വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, ദാറ്റ് ഡസൻ മാറ്റർ. പക്ഷെ പറയുന്ന ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിലവിൽ കളിക്കുന്ന കളിക്കാരുടെ എണ്ണം, ഓക്കെ, അത് 100% എന്താണ്? സെറ്റാണ്. ഓക്കെ, പക്ഷെ എപ്പോഴാണ് ഇത് സെറ്റ് അല്ലാതാവുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വെൽ ഡിഫൈൻഡ് എന്ന വാക്കിന്റെ പ്രസക്തി. എപ്പോഴാണ് സെറ്റ് അല്ല? ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. ONV കുറിപ്പ് എഴുതിയ പോയംസിന്റെ കളക്ഷൻ, അത് 100% സെറ്റാണ്. പക്ഷേ ഞാൻ പറയാണ്, ONV കുറിപ്പ് എഴുതിയ ഏറ്റവും മികച്ച പോയംസിന്റെ കളക്ഷൻ, അത് സെറ്റാണോ? അല്ല. കാരണം എന്താണ്? എനിക്ക് മികച്ചത് എന്ന് തോന്നുന്നതായിരിക്കില്ല നിങ്ങൾക്ക് മികച്ചത്. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ അഭിപ്രായം മാറും. ശരിയാണല്ലോ? യെസ്. എനിക്ക് പാഥേയം എന്ന് പറയുന്ന കവിതയാണ് ഇഷ്ടമെന്ന് വിചാരിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ചത് പാഥേയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ചത് ശാർങ്ങക പക്ഷികളായിരിക്കാം. അത് പേഴ്സൺ ടു പേഴ്സൺ മാറും. ശരിയല്ലേ? അപ്പൊ മികച്ചത് എന്ന വാക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അത് എന്തല്ലാതായി മാറി? വെൽ ഡിഫൈൻഡ് ആയിട്ടല്ലാതെ മാറി. അപ്പൊ സെറ്റ് ആവണം എങ്കിലുള്ള, അല്ലെങ്കിൽ സെറ്റിന്റെ ഡെഫിനിഷൻ തന്നെ ഞാൻ കുറച്ച് സമയം എടുത്ത് പറയാനുള്ള കാരണം, അത് മുൻപ് എക്സാമിന് വന്നിട്ടുണ്ട്. കേരള PSC ചോദിച്ചതാണ്. അതായത് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് സെറ്റിന്റെ ഡെഫിനിഷൻ തന്നെ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു സെറ്റിന്റെ ഡെഫിനിഷനകത്തുള്ള കീ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നതാണ്. വെൽ ഡിഫൈൻഡ്, അതായത് കൃത്യമായി നിർവചിക്കപ്പെട്ട എന്നർത്ഥം. കൃത്യമായി നിർവചിക്കപ്പെട്ട. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 100% സെറ്റാണ്. പക്ഷേ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ കളക്ഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് സെറ്റാണോ? സെറ്റല്ല. കാരണം ടാലന്റ് പേഴ്സൺ ടു പേഴ്സൺ മാറും. ടാലന്റ് പല രീതിയിലാവാം അല്ലെ? ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടാവാം, ചിലർക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടാവാം,
ചിലർക്ക് അത്യാവശ്യം പഠിക്കാൻ കഴിവുണ്ടാവാം. ഓക്കെ, അത് പേഴ്സൺ ടു പേഴ്സൺ മാറും. അപ്പം ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ എല്ലാം ടാലന്റഡ് തന്നെയാണ്, ശരിയല്ലേ? സോ അപ്പം എന്താണ്, എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കില്ല, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ ആൻസർ മാറും. അപ്പൊ എല്ലാവർക്കും ഒരേ ഉത്തരവാണെങ്കിൽ 100% എന്താണ്, അത് സെറ്റാണെന്ന് പറയാം. ഓക്കെ, അത് ഉത്തരം പറയുന്ന ഓർഡറിന്റെ പ്രസക്തിയില്ല. അതായത് ഉത്തരം പറയുന്ന ഓർഡറിന് പ്രസക്തിയില്ല, പക്ഷെ പറയുന്ന ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ. അതെല്ലാം എന്ത് തന്നെയാണ്, സെറ്റ് തന്നെയാണ്. പക്ഷെ പേഴ്സൺ ടു പേഴ്സൺ ഉത്തരത്തിൽ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അതായത് കൃത്യമായി നിർവചിക്കപ്പെട്ട ഒബ്ജക്ട്സിന്റെ കളക്ഷൻ മാത്രമാണ് എന്ത്, സെറ്റ്. നോക്കിക്കേ, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണേ. സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് എന്ന് എടുത്തു പറയാനുള്ള കാരണം, സെറ്റിൽ ഒരു പ്രാവശ്യം ഉൾപ്പെടുത്തിയ ഒരാളെ ഒന്നും കൂടെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതായത് റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ഇൻ സെറ്റ് ആണ്. ഓക്കെ, വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് എന്നുള്ള വാക്കും കൂടെ ശ്രദ്ധിച്ചോണം. സെറ്റിൽ എന്ത് വരാൻ പാടില്ല, ആവർത്തനം വരാൻ പാടില്ല. ഓക്കെ, യെസ്. നോക്കിക്കേ, ഈ വെൽ ഡിഫൈൻഡ് ആണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. അതാണ് സെറ്റ് ഓർ നോട്ട് എന്ന് തീരുമാനിക്കുന്നത്. സെറ്റ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന കീവേഡ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന വേർഡാണ്. കൃത്യമായി നിർവചിക്കപ്പെട്ടതാണെങ്കിൽ അത് സെറ്റാണ്. കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല, കൃത്യമായി നിർവചിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് നമ്മൾ പറയത്തില്ലേ? ഇപ്പൊ എന്താണ്, ന്യൂട്ടൺസ് തേർഡ് ലോ ഈസ് ഡിഫൈൻഡ് ആസ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്ന പോലെ. അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ two objects is directly proportional to product of their masses and inversely proportional to square of the distance between them എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ. അപ്പൊ അത് ഞാൻ ഇവിടുന്ന് ചോദിച്ചാലും അമേരിക്കയിൽ പോയി ചോദിച്ചാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആണ്, വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, പക്ഷെ എന്താണ്, വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പം എന്നോട് ചോദിച്ചാലും വേറൊരാളോട് ചോദിച്ചാലും ന്യൂട്ടൺസ് തേർഡ് ലോയും ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനും മാറത്തില്ല. പക്ഷേ എന്താണ്, എന്റെ ഉത്തരവും വേറൊരാളുടെ ഉത്തരവും വ്യത്യസ്തമാണെങ്കിൽ, വ്യത്യസ്ത സാധ്യതകളുണ്ട് ഞങ്ങളുടെ ഉത്തരങ്ങൾക്കെങ്കിൽ, വ്യത്യസ്ത ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല, സെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി മാത്തമാറ്റിക്കൽ സൈഡിലോട്ട് വരാം. സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ എ, ബി, സി ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുക. സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ, ബി, സി ഒക്കെ കൊണ്ടാണ്. സെറ്റ് എന്ന് പറയുന്നത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെന്റ്സിനെ കോമ ഇട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്നത്. അങ്ങനെ എഴുതുന്ന ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം? എ ഇസ് ഈക്വൽ ടു സെറ്റ് എ, ബി, സി. ഇതൊരു എക്സാമ്പിൾ ആണ്, ഒരു സെറ്റിന്റെ ഉദാഹരണമാണ്. ഓക്കെ, ഇനി എലമെന്റ് ഓഫ് നോൺ എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. അതായത് ഈ സെറ്റിനകത്തുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ദ സെറ്റ്. എലമെന്റ്സ് സ്മോൾ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെറ്റിനെ തന്നെ ഡിനോട്ട് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എലമെന്റ് ആണോ അല്ലേന്ന് എങ്ങനെ മാത്തമാറ്റിക്കലി നൊട്ടേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. സ്മോൾ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു എലമെന്റ് ആണ്. സ്മോൾ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. സി എന്ന് പറയുന്നത് എക്കകത്തുള്ള ഒരു എലമെന്റ് ആണ്. അപ്പം സി ബിലോങ്സ് ടു എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എ. പക്ഷെ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ ഡി ഉണ്ടോ? ഡി ഇല്ല. അപ്പൊ ഇങ്ങനെ എഴുതാം, ഡി ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. മനസ്സിലായോ? ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ എലമെന്റ് അല്ല എന്ന് നമുക്ക് എഴുതാം, ശരിയല്ലേ? ഇപ്പൊ ഡസ് നോട്ട് ബിലോങ്സ് ടു ഇങ്ങനെയാണ് എഴുതുക. ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. കിട്ടിയില്ലേ? ഇനി ഞാൻ പറഞ്ഞു സെറ്റിനെ നമുക്ക് പ്രധാനമായും രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. സെറ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഫോം സെറ്റ് ബിൽഡർ ഫോം. മറ്റൊരു ഫോം എന്ന് പറയുന്നത് ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം. നോക്കാം. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റിനെ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ടാബുലാർ ഓർ റോസ്റ്റർ മെത്തേഡ്. ടാബുലാർ അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെന്റുകളെ കോമ ഇട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ടാബുലാർ ഫോം. ആ ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന സിംബൽസിന്റെയും സെന്റൻസിന്റെയും സഹായത്തോടു കൂടി രൂപീകരിക്കപ്പെടുന്ന ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അതിനകത്ത്
എലമെന്റുകൾ കോമയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. പകരം എങ്ങനെയായിരിക്കും? ആ എലമെന്റുകളെ കണ്ടെത്താനുള്ള ക്ലൂസ് ആയിരിക്കും ഉണ്ടാവുക. എന്താണ് സൂചനകൾ. ആ സൂചനകൾ വാക്കുകൾ കൊണ്ടാവാം, സിംബൽസുകൾ ഉപയോഗിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ആവാം. വാക്കുകളും സിംബൽസും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആവാം. ഓക്കെ, നോക്കിക്കേ. ഇൻ ദിസ് മെത്തേഡ് എ റൂൾ, ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഫോർമുല റിട്ടൺ ഇൻ ബ്രേസസ് ദാറ്റ് ഡിഫൈൻസ് ദ സെറ്റ്. അതായത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെന്റുകളെ കോമയിട്ട് എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം ആയി. കേളി ബ്രാക്കറ്റിനുള്ളിൽ ആ എലമെന്റുകളെ കണ്ടെത്താനുള്ള സൂചനകളാണ് ഉള്ളതെങ്കിൽ, ആ സൂചനകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു നിയമമാവാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആവാം, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാം, എന്താണ് സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ സിംബൽസ് ഉപയോഗിച്ച് നമുക്ക് പറയാം. അത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ എലമെന്റുകൾ കോമയിട്ട് എഴുതാൻ പാടില്ല. അത് ആ എലമെന്റുകളെ കിട്ടാൻ സഹായിക്കുന്ന മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻസ് എന്ത് വേണമെങ്കിലും നമുക്ക് എന്തിനകത്ത് ഉപയോഗിക്കാം? ആ കേളി ബ്രാക്കറ്റിനകത്ത് ഉപയോഗിക്കാം. അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ, അത്തരത്തിൽ ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കിക്കേ. ഇവിടെ എല്ലാം കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെന്റുകൾ കോമയിട്ട് എഴുതിയിരിക്കുകയാണ്, അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ് എ എന്ന് പറയുന്ന സെറ്റ്, ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ്, ഇതൊക്കെ എലമെന്റുകളെ കോമയിട്ട് എഴുതിയിരിക്കാം. പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇതെങ്ങനെ വായിക്കേണ്ട മക്കളെ? എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇങ്ങനെയാണ് വായിക്കുക. 2n plus 1, n greater than or equal to 1, n belongs to natural number. ഇതെല്ലാം എന്താണ്? ഇത് എലമെന്റുകളെ കോമയിട്ട് എഴുതിയിരിക്കുകയാണോ? അല്ല, മറിച്ച് അവരെന്ത് പറഞ്ഞിരിക്കുകയാണ്? എലമെന്റുകളെ കണ്ടെത്താനുള്ള ഒരു ക്ലൂ തന്നിരിക്കുകയാണ്. സോ ഇങ്ങനെ തരുന്നതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് വിളിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 6 less than or equal to x less than or equal to 12, x belongs to natural number. അതായത് 6നും 12നും ഇടയിൽ 6ഉം 12ഉം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6, 7, 8, 9, 10, 11, 12. 7 പേര് ആ സെറ്റിനകത്ത് വരും. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സെറ്റ് ബിൽഡർ ഫോം എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഒന്ന് പരിചയപ്പെടാം. സെറ്റിന്റെ വ്യത്യസ്തമായ ടൈപ്സ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതിനു മുമ്പ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സെറ്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് നൊട്ടേഷൻസ് ഒന്ന് പരിചയപ്പെടാം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ N. അതായത് 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇനി നെക്സ്റ്റ് Z, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സിന്റെ സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? Z. അതായത് -1, 0, 1, 2 എക്സെട്ര. അതായത് നെഗറ്റീവ് സംഖ്യകളും ഉണ്ട്, സീറോയും ഉണ്ട്, പോസിറ്റീവ് സംഖ്യകളും ഉണ്ട്. അതെല്ലാം അടങ്ങുന്ന സാധനമാണ് ഇന്റിജേഴ്സ്. ഓക്കെ, ഇനി Q എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ കഴിയുകയും Q നോട്ട് ഈക്വൽ ടു 0 ആവുകയും ബോത്ത് P ആൻഡ് Q ഇന്റിജേഴ്സ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ? P/Q ഫോമിൽ എഴുതാൻ കഴിയുകയും പിയും ക്യൂവും ഇന്റിജർ ആവുകയും, ഓക്കെ, P/Q ഫോമിൽ എഴുതാൻ കഴിയുകയും പിയും ക്യൂവും ഇന്റിജർ ആവുകയും Q നോട്ട് ഈക്വൽ ടു 0 ആവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ആ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെ നമുക്ക് Q കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പറുകളുടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സി. ഇനി R എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? R. ഇനി ഇതിൽ തന്നെ Z+ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയാം. Z- സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയാം.
ആർ പ്ലസ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം, ആർ മൈനസ് സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ശരിയല്ലേ? അതായത് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സെറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സംഭവം ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെറ്റ്? ഫസ്റ്റ് വൺ, നൾ സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ നമ്മൾ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്. നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് 5 വെച്ച് ഡിനോട്ട് ചെയ്യാം. 5 എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ എം ടി സെറ്റ്, അതായത് അകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വെറുതെ ഇങ്ങനെ സെറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതും എന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, നൾ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരുകളും ഓർത്തു വെക്കണം. നൾ സെറ്റിനെ നമുക്ക് എം ടി സെറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് വിളിക്കാം. നോക്കണേ, 90നും 96നും ഇടയിലുള്ള പ്രൈം നമ്പർ, 90നും 96നും ഇടയിൽ പ്രൈം സംഖ്യകൾ ഒന്നും തന്നെ ഇല്ല. സോ നൾ സെറ്റ് ആണ് നമ്മുടെ ഉത്തരം. 97 ആണ് അടുത്ത പ്രൈം ആയിട്ട് വരുന്നത്. 90നും 96നും ഇടയിൽ പ്രൈം സംഖ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെന്താണ്? നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റ്. അതായത് 3നും 4നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നൾ സെറ്റ് ആണ്. ശരിയല്ലേ? യെസ്. നെക്സ്റ്റ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് അപ്പൊ നൾ സെറ്റിൽ ഓർത്തിരിക്കേണ്ടത്, നൾ സെറ്റിനെ വിളിക്കുന്ന പേരുകളും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. വോയിഡ് സെറ്റ് എന്നും വിളിക്കാറുണ്ട്, എം ടി സെറ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സിംഗിൾട്ടൺ സെറ്റ് പേര് പോലെ തന്നെ ഒറ്റയാനാണ്. ഒറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. അല്ലെ? എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ എലമെന്റ്. ഒരേ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ എലമെന്റ്. അല്ലെ? ഒരേ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു -10, അതായത് ബി ഇസ് ഈക്വൽ ടു സെറ്റ് -10. അല്ലെ? ഒരേ ഒരു എലമെന്റ് അല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. സെറ്റ് 0 ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. അതായത് ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സിംഗിൾട്ടൺ സെറ്റ്. ഇനി ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റിനകത്തുള്ള എലമെന്റുകൾ കൗണ്ടബിൾ ആണെങ്കിൽ, നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, മനസ്സിലാക്കുകയാണെ. ഫൈനൈറ്റ് സെറ്റ് വെച്ചിട്ട് രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ കേരള PSC മുൻപ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളുടെ എണ്ണം, സെറ്റ് ഓഫ് ഓൾ ട്രീസ് ഇൻ ദ വേൾഡ്, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ മരങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇത് ഇൻഫൈനൈറ്റ് അല്ലേ, എണ്ണാൻ പറ്റാത്തതല്ലേ, ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ വരിക. പക്ഷെ മക്കളെ ശ്രദ്ധിക്കുക, മരമായാലും ശരി മൺതരി ആയാലും ശരി അതെല്ലാം കമ്മിങ് അണ്ടർ ഫൈനൈറ്റ് ആണ്. നമുക്കിരുന്ന് എണ്ണാൻ പറ്റുമോ എന്നുള്ളതല്ല. മരമാണെങ്കിൽ സംതിങ് ബില്യൺസ് എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ ഉണ്ടല്ലോ. അതായത് അത് കൗണ്ടബിൾ തന്നെയാണ് എന്നാണ് നമ്മൾ പെടുത്തുക. നമുക്കത് എണ്ണിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മരമായാലും ശരി മൺതരി ആയാലും ശരി, എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണത്. മരമായാലും മൺതരി ആയാലും അതെന്ത് തന്നെയാണ്? ഫൈനൈറ്റ് സെറ്റ് തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് കമ്മിങ് അണ്ടർ ഫൈനൈറ്റ് സെറ്റ്, മറന്നുകൊണ്ട. അപ്പൊ എന്തായിരിക്കും അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒരു എലമെന്റ്, ഒരു സെറ്റിനകത്തുള്ള എലമെന്റുകൾ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. എണ്ണിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഇൻഫിനൈറ്റ് സെറ്റ്. എണ്ണിയെടുക്കാൻ കഴിയുന്നില്ല ഇൻ ദ സെൻസ് അവസാനിക്കാത്തത് എന്നതാണ് അർത്ഥം. അവസാനിക്കാത്തത്. ഓക്കെ, അവസാനിക്കാത്തതെന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഓൾ ഓഫ് ദീസ് ആർ ഇവൻ 0നും 1നും ഇടയിലുള്ള സംഖ്യകളുടെ എണ്ണം, 1നും 2നും ഇടയിലുള്ള സംഖ്യകളുടെ എണ്ണം, ദാറ്റ്സ് നോട്ട് കൗണ്ടബിൾ, ദാറ്റ്സ് കമ്മിങ് അണ്ടർ ഇൻഫൈനൈറ്റ് സെറ്റ്. നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയാത്ത സെറ്റ്. പിടികിട്ടുന്നുണ്ടോ? ഇൻഫൈനൈറ്റ് പറയാം കേട്ടോ, അതിനുമുമ്പ് ഫൈനൈറ്റിന്റെ ഒന്ന് വായിക്കാം നമുക്ക്. എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. എയ്തർ എ വോയിഡ് സെറ്റ് ആവാം, അതായത് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒരു വോയിഡ് സെറ്റ് ആവാം, ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റ്, അതും ദാറ്റ്സ് ഓൾസോ കമ്മിങ് അണ്ടർ ഫൈനൈറ്റ് സെറ്റ്. എം ടി സെറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഫൈനൈറ്റ് സെറ്റ്. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻഡ് എന്താണ്? കൗണ്ടഡ് ഓർ ലേബിൾഡ് ബൈ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 ആൻഡ് ദ പ്രോസസ് ഓഫ് കൗണ്ടിങ് സ്റ്റോപ്സ് അറ്റ് സർട്ടൻ നാച്ചുറൽ നമ്പർ സേ n. അതായത് ആ ഒരു കൗണ്ടിങ് ഒരു പർട്ടിക്കുലർ സംഖ്യ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, എങ്കിലേ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ഫൈനൈറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു ഫൈനൈറ്റ് സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിനൽ നമ്പർ അഥവാ
കാർഡിനാലിറ്റി. ഇപ്പം എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ, ദിസ് ഈസ് എൻ ഓഫ് എ എന്ന് വായിക്കാം, അല്ലെങ്കിൽ അത് മാത്തമാറ്റിക്കലി വായിക്കേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ എന്നാണ് വായിക്കേണ്ടത്. എങ്ങനെ വായിക്കണം? കാർഡിനാലിറ്റി ഓഫ് എ. എ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണെങ്കിൽ എൻ ഓഫ് എനെ എങ്ങനെയാണ് മക്കളെ വായിക്കേണ്ടത്? കാർഡിനാലിറ്റി ഓഫ് എ എന്ന് വായിക്കണം. ഓക്കെ, കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. അതായത് എയിലുള്ള എലമെന്റുകളുടെ എണ്ണം 1 2 3. 3 എലമെന്റുകളാണ് നമുക്ക് എ സെറ്റിൽ കാണാൻ പറ്റുക. സോ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് പഠിച്ചു. ഒരു പർട്ടിക്കുലർ സംഖ്യ എത്തുമ്പം അത് എണ്ണുന്ന പ്രോസസ്സ് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ്. അങ്ങനെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ്? ഇൻഫൈനൈറ്റ്. അതിന് ഉദാഹരണം നമ്മൾ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഓൾ ഓഫ് ദം ആർ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഓൾ ഓഫ് ദം ആർ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഓക്കെ, പക്ഷെ ഓർക്കുക, മരമാണെങ്കിലും മൺതരി ആണെങ്കിലും, ഈ ലോകത്തുള്ള മരങ്ങളുടെ എണ്ണമായാലും മൺതരികളുടെ എണ്ണമായാലും ഈ ലോകത്തുള്ള ജീവജാലങ്ങളുടെ എണ്ണമായാലും ദാറ്റ്സ് ഓൾ ആർ കമ്മിങ് അണ്ടർ ഫൈനൈറ്റ് സെറ്റ്. മറന്നു പോകരുത്. ഓക്കെ, പക്ഷെ 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചാലോ? ദാറ്റ്സ് കമ്മിങ് അണ്ടർ ഇൻഫൈനൈറ്റ് സെറ്റ്. അതൊന്നും നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റൂല. 0ക്കും 1നും ഇടയിലുള്ള ധാരാളം ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. യെസ്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്, ഇസഡ് എന്ന് പറഞ്ഞ ഇൻഡിജേഴ്സിന്റെ സെറ്റ്, അതെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ്? ഇൻഫൈനൈറ്റ് സെറ്റുകളുടെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, കാർഡിനാലിറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈക്വൽ സെറ്റ്സും ഇക്വിവലന്റ് സെറ്റും. അതിൽ കാർഡിനാലിറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇക്വിവലന്റ് സെറ്റ് ആണ്. അതായത് 2 സെറ്റിന്റെ കാർഡിനാലിറ്റി ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ സെറ്റിനെ ഇക്വിവലന്റ് സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം. കാർഡിനാലിറ്റി ഓഫ് 2 സെറ്റ്സ് മസ്റ്റ് ബി സെയിം, അഥവാ കാർഡിനൽ നമ്പേഴ്സ് ആർ സെയിം. ആ സെറ്റിനകത്തുള്ള എലമെന്റുകൾ പരസ്പരം സെയിം ആവണമെന്നില്ല. എലമെന്റുകളും പരസ്പരം സെയിം ആയാലേ അത് ഈക്വൽ സെറ്റ് ആവത്തുള്ളൂ. ഇക്വിവലന്റ് ആവണം എന്നുണ്ടെങ്കിൽ എലമെന്റുകൾ പരസ്പരം സെയിം ആവണമെന്ന് നിർബന്ധമില്ല. എലമെന്റുകളും കൂടെ പരസ്പരം സെയിം ആയാൽ അതെന്തായി? ഈക്വൽ സെറ്റ് ആയി. പക്ഷെ ഇക്വിവലന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സെയിം ആവണമെന്ന് നിർബന്ധമില്ല? എലമെന്റുകൾ പരസ്പരം സെയിം ആവണമെന്ന് നിർബന്ധമില്ല. പിടികിട്ടിയോ? എന്തുമാത്രം സെയിം ആയാൽ മതി? ഇക്വലന്റ് ആവണം എന്നുണ്ടെങ്കിൽ കാർഡിനാലിറ്റി മാത്രം സെയിം ആയാൽ മതി. ശരിയല്ലേ? കാർഡിനാലിറ്റി മാത്രം സെയിം ആയാൽ മതി. ഒരു എ സെറ്റ് ഉണ്ട്, ബി സെറ്റ് ഉണ്ട്. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 2 3 4 5. എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3 4 5. 5 പേര് വെച്ച് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി ആയതുകൊണ്ട് എയും ബിയും ഇക്വലന്റ് സെറ്റ് ആണെന്ന് പറയാം. പക്ഷെ ഈക്വൽ ആവണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബിയും ആയിരിക്കണം. ആൻഡ് ഓൾസോ ഈച്ച് എലമെന്റ്സ് മസ്റ്റ് ബി സെയിം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം 1 3 5 7 9 1 3 5 7 9 ഈക്വൽ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, ആ എലമെന്റുകൾ എഴുതുന്ന ഓർഡറിന് വ്യത്യാസം ഉണ്ടാവാം. ദാറ്റ് ഡസന്റ് മാറ്റർ. ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ ഇതിനകത്ത് സ്വാധീനിക്കുന്ന ഘടകമേ അല്ല. അത് ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ 1 3 4 എന്ന് എഴുതിയേക്കുന്നത്, ഇവിടെ 3 1 4 എന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ അവിടെ എഴുതിയ അത് എഴുതിയ ഓർഡറിന് വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ എഴുതിയ ആളുകളെ തന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി ആണ്. ആൻഡ് ഒബ്വിയസ്ലി എന്താണ്? എവരി എലമെന്റ് ഇൻ എ ബിലോങ്സ് ടു ബി ആണ്. ആൻഡ് എവരി എലമെന്റ് ഇൻ ബി ബിലോങ്സ് ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ 100% നമുക്ക് ഉറപ്പിച്ച് പറയാം എ ഈക്വൽ ടു ബി ആണ്. എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി. അതായത് എ ആൻഡ് ബി ആർ ഈക്വൽ സെറ്റ്സ് എന്ന് വിളിക്കാം. എങ്ങനെ വിളിക്കാം? ഈക്വൽ സെറ്റ്സ് എന്ന് വിളിക്കാം. എയും ബി എങ്ങനെയുള്ള സെറ്റുകളാണ്? ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളാണ്. ഈക്വൽ സെറ്റിന്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ പറഞ്ഞാൽ എത്രേ ഉള്ളൂ. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിൽ ഉണ്ടാവണം. അതേപോലെ ബിയിലുള്ള എല്ലാ എലമെന്റുകളും എയിൽ ഉണ്ടാവണം. ഓക്കെ, എയും ബിയും ഈക്വൽ ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിൽ ഉണ്ടാവണം. അതേപോലെ ബിയിലുള്ള എല്ലാ എലമെന്റുകളും എയിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇത് ഏതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എവരി എലമെന്റ് ഓഫ് എ ഇസ് എ മെമ്പർ ഓഫ് ബി ആൻഡ് എവരി എലമെന്റ് ഓഫ് ബി ഇസ് എ മെമ്പർ ഓഫ് എ. ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണേ. പലർക്കും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സാധനമാണ്. ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാസ്. മാസ് എന്ന് പറഞ്ഞ ലെറ്റേഴ്സിലെ വേർഡ് MASS. പക്ഷെ എന്താണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മളത് ഒന്നായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് MAS ഇങ്ങനെ നമ്മൾ എഴുതുള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MAS SAM
രണ്ടും സെയിം ആണല്ലോ. അതായത് അകത്തുള്ള എലമെന്റുകളും സെയിം ആണ്, കാർഡിനാലിറ്റിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, യെസ്. MASSനെ നമുക്ക് എങ്ങനെ എഴുതാം? MAS എന്ന് എഴുതാം. കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഈക്വൽ ആവണമെങ്കിൽ എവരി എലമെന്റുകൾ സെയിം ആവണം. പക്ഷേ ഇക്വലന്റ് ആവണം എന്നുണ്ടെങ്കിൽ കാർഡിനാലിറ്റി മാത്രം സെയിം ആയാൽ മതി. ശരിയല്ലേ? എവരി എലമെന്റ് സെയിം ആവണമെങ്കിൽ അതിനകത്ത് ഒബ്വിയസ്ലി കാർഡിനാലിറ്റിയും സെയിം ആയി കഴിഞ്ഞു. അതായത് ഈക്വൽ സെറ്റിന്റെ കേസിൽ എല്ലായ്പ്പോഴും കാർഡിനാലിറ്റി സെയിം ആയിരിക്കും. ശരിയല്ലേ? പക്ഷേ ഇക്വലന്റ് സെറ്റിന്റെ കേസിൽ കാർഡിനാലിറ്റി മാത്രം സെയിം ആയാൽ മതി, എലമെന്റുകൾ പരസ്പരം സെയിം ആവണ്ട. അതായത് ഏതൊരു ഈക്വൽ സെറ്റ് എടുത്താലും അതൊരു ഇക്വലന്റ് സെറ്റ് ആയിരിക്കും. പക്ഷെ ഏതൊരു ഇക്വലന്റ് സെറ്റ് എടുത്താലും അതൊരു ഈക്വൽ സെറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. പിടികിട്ടുന്നുണ്ടോ? ഏതൊരു ഇക്വലന്റ് സെറ്റ് എടുത്താലും അതൊരു ഈക്വൽ സെറ്റ് ആവണം നിർബന്ധമില്ല. കാരണം ഇക്വലന്റ് ആവാൻ കാർഡിനാലിറ്റി മാത്രം സെയിം ആയാൽ മതി, എലമെന്റുകൾ സെയിം ആവണ്ട. പക്ഷെ ഈക്വൽ ആവണമെങ്കിൽ കാർഡിനാലിറ്റിയും സെയിം ആവണം, എലമെന്റും സെയിം ആവണം. എലമെന്റ് സെയിം ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാർഡിനാലിറ്റി സെയിം ആവുമല്ലോ. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ദെൻ കാർഡിനാലിറ്റി മാത്രമേ സെയിം ആവുന്നുള്ളൂ, എലമെന്റുകൾ സെയിം ആവുന്നില്ല എങ്കിൽ അതെന്താണ്? ഇക്വലന്റ് ആണ്. ഐഡിയ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പറയാം, ഈക്വൽ സെറ്റ് കൺസിഡർ ചെയ്താൽ കാർഡിനാലിറ്റി സെയിം ആണ്, എലമെന്റുകളും സെയിം ആണ്. അപ്പൊ ഈ ലോകത്ത് ഏത് ഈക്വൽ സെറ്റ് എടുത്താലും അത് എലമെന്റുകൾ സെയിം ആയതുകൊണ്ട് 100% ഇക്വലന്റ് ആയിരിക്കും. എവരി ഈക്വൽ സെറ്റ്സ് ആർ ഇക്വലന്റ്, ബട്ട് എവരി ഇക്വലന്റ് സെറ്റ്സ് ആർ നോട്ട് ഈക്വൽ. പിടികിട്ടിയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചേ. ഈക്വൽ സെറ്റ്സ് ആർ ഇക്വലന്റ്, ബട്ട് ഇക്വലന്റ് സെറ്റ്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ. ഈക്വൽ ആവാം, ആവാതിരിക്കാം. ആവാത്ത കേസ് നമ്മൾ ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് 4532 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1689 ആണ്. എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി ആയതുകൊണ്ട് ഇക്വലന്റ് ആണ്, പക്ഷെ എലമെന്റുകൾ പരസ്പരം സെയിം അല്ലാത്തതുകൊണ്ട് ഈക്വൽ അല്ല. എലമെന്റുകൾ പരസ്പരം സെയിം ആണെങ്കിൽ മാത്രമേ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ എലമെന്റുകൾ പരസ്പരം സെയിം ആവണം എന്നേ ഉള്ളൂ. ആ എലമെന്റുകൾ എഴുതിയിരിക്കുന്ന ഓർഡറിന് മേ ബി വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇവിടെ ഉള്ള ആൾ അപ്പുറത്തുണ്ടാവണം എന്ന് നിർബന്ധമുള്ളൂ. ഓക്കെ, നൗ വി ആർ എന്ററിംഗ് ഇൻ ടു 100% ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക് കോൾഡ് സബ്സെറ്റ്. ഓക്കെ, സബ്സെറ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ, കാരണം നല്ല വെയിറ്റേജ് ഉണ്ട് ഫസ്റ്റ് മോഡ്യൂളിന്. ഇപ്പൊ 100% നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന സാധനമാണ് സബ്സെറ്റ്. 100%. കാരണം സബ്സെറ്റിനകത്ത് നല്ല സാധ്യതകൾ ഉണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഓക്കെ, സബ്സെറ്റ് കണ്ടുപിടിക്കാൻ അറിയണം. നമ്പർ ഓഫ് സബ്സെറ്റ് ഒരു ചോദ്യം ചോദിക്കാം. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദ്യം ചോദിക്കാം. നമ്പർ ഓഫ് നോൺ എം ടി സബ്സെറ്റ്സ് ചോദ്യം ചോദിക്കാം. നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ്സ് ചോദ്യം ചോദിക്കാം. സബ്സെറ്റുകളുടെ സെറ്റ് കോൾഡ് പവർ സെറ്റ് കണ്ടുപിടിക്കാൻ പറയാം. പവർ സെറ്റിന്റെ എണ്ണം ചോദ്യം ചോദിക്കാം. പിടികിട്ടിയോ? അപ്പം ഇതെല്ലാം ഞാൻ ഇപ്പൊ പരാമർശിച്ച ചോദ്യങ്ങളെല്ലാം കേരള PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സബ്സെറ്റ്. ഓക്കെ, സബ്സെറ്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സബ്സെറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വായിക്കാം. സബ്സെറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സബ്സെറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇങ്ങനെ ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ സെറ്റ് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള സെറ്റുകളുടെ കുഞ്ഞി സെറ്റുകൾ, കുട്ടി സെറ്റുകൾ, ആൻഡ് ഇൻക്ലൂഡിംഗ് ദ സെറ്റ് ഇറ്റ് സെൽഫ്, ഗിവൺ സെറ്റ് ഇറ്റ് സെൽഫ്. അതിനെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു സബ്സെറ്റിയും ചോദിക്കാൻ സാധ്യതയുള്ളത്. സ്ഥിരം ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും ഉണ്ട്, അത് സബ്സെറ്റ് ചെയ്യുന്നതാണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഈ സ്റ്റേറ്റ്മെന്റുകളും കേരള PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെല്ലാം അടങ്ങുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ സബ്സെറ്റ് പഠിക്കണം. സബ്സെറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റുകൾ അവരെയാണ് നമ്മൾ സബ്സെറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒരു എലമെന്റ് ഉള്ള സെറ്റ് ഉണ്ടാക്കാം, 2 എലമെന്റ് ഉള്ള സെറ്റ് ഉണ്ടാക്കാം, 3 എലമെന്റ് ഉള്ള സെറ്റ്, അതായത് ഗിവൺ സെറ്റ് തന്നെ. ഇതിന്റെ സബ്സെറ്റ് ഞാനൊന്ന് എഴുതുവാണേ. സബ്സെറ്റ്സ് എന്തൊക്കെയാണ് വരിക? ആദ്യമേ നമ്മൾ ഒരു എലമെന്റുകളുള്ള സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, ഒരു എലമെന്റുകളുള്ള സെറ്റ്. ഇനി എന്താണ്? 2 എലമെന്റുകളുള്ള സെറ്റ്. ആരൊക്കെയാ? സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. ഇനി 3 എലമെന്റുകളുള്ള സെറ്റ്, സെറ്റ് 1 2 3 തന്നെ. ഇനി നൾ സെറ്റും ഉണ്ടാവും. അതായത് ഈ രണ്ടുപേരെ ശ്രദ്ധിക്കുക.
ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിട്ടുണ്ടാവും. നൾ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. നൾ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. പഠിച്ചു വെച്ചോണേ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഓക്കെ, ആ രണ്ട് പോയിന്റ്സ് ഞാനൊന്ന് നോട്ട് ചെയ്യാം. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. ഇവിടെ 1 2 3 ആയിരുന്നു ചോദ്യം. ആ 1 2 3 തന്നെ സബ്സെറ്റ് ആയിട്ടും വരും. അത് ലോകത്ത് ഏത് സെറ്റ് എടുത്താലും വരും. ഇനി ലോകത്ത് ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് ആരും വരും? നൾ സെറ്റും വരും. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് ആരുണ്ടാവും? നൾ സെറ്റ് ഉണ്ടാവും. ഈ രണ്ട് പോയിന്റുകൾ വളരെ 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 പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് ആ സെറ്റ് തന്നെ ഉണ്ടാവും. ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് നൾ സെറ്റും ഉണ്ടാവും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, സബ്സെറ്റ് ആണെന്നുള്ളത് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. സെറ്റ് 1 എന്ന് പറയുന്നത് സെറ്റ് 1 2 3യുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, സെറ്റ് 1 ഈസ് ദ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3. സബ്സെറ്റ് ആണെന്ന് കാണിക്കുന്ന സിമ്പിൾ ഇതാണ്. സിമ്പിൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം എഴുതി വെച്ചത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ പറഞ്ഞു സെറ്റ് 1 2 3യുടെ സബ്സെറ്റ് സെറ്റ് 1 2 3 തന്നെയാണ്. ശരിയാണല്ലോ. സെറ്റ് 1 2 3യുടെ ഒരു സബ്സെറ്റ് സെറ്റ് 1 2 3 തന്നെയാണ്. അതായത് ചോദ്യം തന്നെ ഉത്തരമാവുന്ന ഒരു കേസ്. ആ കേസ് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന കേസ്. ആ കേസ് എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ കേസ് എന്ന് വിളിക്കും. ദാറ്റ് കേസ് ഈസ് കോൾഡ്, ഓർ ദിസ് സബ്സെറ്റ് ഈസ് കോൾഡ് ഇംപ്രോപ്പർ സബ്സെറ്റ്. ഇംപ്രോപ്പർ. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുന്നത്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ, ആ സബ്സെറ്റ് 1 2 3യുടെ സബ്സെറ്റ് ആയിട്ട് 1 2 3 തന്നെ വരും. ആ സബ്സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ ആ ഇംപ്രോപ്പർ സബ്സെറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സബ്സെറ്റുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? പ്രോപ്പർ സബ്സെറ്റ്സ്. ശരിയല്ലേ? ഈ ഇംപ്രോപ്പർ സബ്സെറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സബ്സെറ്റുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? പ്രോപ്പർ സബ്സെറ്റ്സ്. ഓക്കെ, അതായത് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു മുൻപേ സബ്സെറ്റുകളുടെ എണ്ണത്തിനെ കുറിച്ച് നമുക്ക് പറയാം. നോക്കണേ, ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, പോയിന്റ്സ് ആയിട്ട് എഴുതി പോവാം. ഇഫ് എ സെറ്റ് ഹാസ് n elements, then number of subsets is equal to 2 raised to n. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കവിടെ എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം? 2 raised to n സബ്സെറ്റ്സ് ഉണ്ടാക്കാം. ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, then the number of subsets is equal to എന്താണ്? 2 raised to n. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാം? 2 raised to n സബ്സെറ്റുകൾ ഉണ്ടാക്കാം. അത് ശരിയാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇവിടെ സെറ്റ് 1 2 3, ഇതിന്റെ കാർഡിനാലിറ്റി 3 ആണ്. അപ്പൊ നമുക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാം? 2 ക്യൂബ് 8 സബ്സെറ്റുകൾ ഉണ്ടാക്കാം. ശരിയല്ലേ? 8 എണ്ണം. 8 എണ്ണം ഉണ്ടോ നോക്കിയേ. 1 2 3 4 5 6 7 8. ശരിയല്ലേ? അപ്പം ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായല്ലോ. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? 2 raised to n സബ്സെറ്റുകൾ ഉണ്ടാക്കാം. അല്ലെ? ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 raised to n സബ്സെറ്റുകൾ ഉണ്ടാക്കാം. ഇനി ഞാൻ പറഞ്ഞു ആ എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് കേസ് എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ കേസ് ആണ്. ആ ഇംപ്രോപ്പർ കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്സെറ്റുകളെല്ലാം പ്രോപ്പർ സബ്സെറ്റുകളാണ്. അതായത് ഈ 2 raised to n സബ്സെറ്റുകൾ ഉള്ളതിൽ ഒരു സെറ്റിനെ ഒഴിവാക്കിയാൽ, ആ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാവരും പ്രോപ്പർ സബ്സെറ്റുകളാണ്. ബാക്കിയുള്ള എല്ലാവരും പ്രോപ്പർ സബ്സെറ്റുകളാണ്. അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 2 raised to n ന്ന് 1 കുറച്ചാൽ മതി.
number of proper subsets. Number of proper subsets is equal to 2 raised to n minus 1. Number of proper subset. ഞാൻ ഈ ഒരാളെ കുറച്ചത് ആരാന്ന് മനസ്സിലായോ? ആ ഇംപ്രോപ്പർ കേസാ കുറച്ച്. ഇംപ്രോപ്പർ ആയിട്ട് വരുന്ന ആ ഒരു സെറ്റിനെയാണ് ആ ഒരു സെറ്റിന്റെ എണ്ണം. അതാണ് ഞാൻ കുറച്ചത് കേട്ടോ. അടിപൊളി കിട്ടിയോ? അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്താണ്? 2 raised to n minus 1. നോക്ക് ഇനി നെക്സ്റ്റ് പോയിന്റ്. Number of non-empty subsets. Number of non-empty subsets. Number of non-empty subsets. Non-empty subsetsന്റെ എണ്ണം എങ്ങനെയാണ്? ഒരു സബ്സെറ്റ് എംറ്റി ആണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഒരു സബ്സെറ്റ് എംറ്റി ആണ്. ഇപ്പൊ 2 raised to n സബ്സെറ്റ്സ് ഉള്ളതിൽ ഒരെണ്ണം എംറ്റി ആണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നോൺ എംറ്റി സബ്സെറ്റ്സിന്റെ എണ്ണമായി. അതായത് മൊത്തം 2 raised to n ൽ നിന്ന് ഒരെണ്ണം ഒഴിവാക്കിയാൽ മതി. ഇനി നോൺ എംറ്റി പ്രോപ്പർ ആണെങ്കിലോ അതും എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. നമ്പർ ഓഫ് നോൺ എംറ്റി പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിലോ നമ്പർ ഓഫ് നോൺ എംറ്റി പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എംറ്റി ഒഴിവാക്കേണ്ടി വരും, ഇംപ്രോപ്പർ ഒഴിവാക്കേണ്ടി വരും, രണ്ടുപേരെ ഒഴിവാക്കേണ്ടി വരും. അതായത് 2 raised to n ൽ നിന്ന് 2 കുറയ്ക്കണം. 2 raised to n ൽ നിന്ന് 2 കുറയ്ക്കണം. നമ്പർ ഓഫ് നോൺ എംറ്റി പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 raised to n ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. കിട്ടിയോ? ഇനി നെക്സ്റ്റ് എന്താണ് പവർ സെറ്റ് എന്ന് പറയുന്നത്? പവർ സെറ്റ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് പവർ സെറ്റ്. സബ്സെറ്റുകളുടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഈസ് കോൾഡ് എന്താണ്? പവർ സെറ്റ്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഈസ് കോൾഡ് പവർ സെറ്റ്. സബ്സെറ്റുകളുടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. പവർ സെറ്റ് നോക്കുക. പവർ സെറ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയോണേ. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 6. ഇതിന്റെ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞേ. സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉള്ള സെറ്റ് 1, സെറ്റ് 6, 2 എലമെന്റ് ഉള്ളത് സെറ്റ് 1 6, പിന്നെ നൾ സെറ്റ്. ശരിയാണല്ലോ. ഇനി ഇതിന്റെ പവർ സെറ്റ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സബ്സെറ്റുകളെല്ലാം, അതായത് സെറ്റ് 1, സെറ്റ് 6, സെറ്റ് 1 6, നൾ സെറ്റ്, ഈ സബ്സെറ്റുകളെല്ലാം കൂടെ ഒരു സെറ്റിനകത്ത് പിടിച്ചിട്ടാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. ഓക്കെ, സബ്സെറ്റുകളെല്ലാം കൂടെ നമ്മൾ ഒരു സെറ്റിനകത്ത് പിടിച്ചിട്ടാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. ഓ, പവർ സെറ്റിനകത്തുള്ള എലമെന്റുകൾ സബ്സെറ്റുകൾ തന്നെയല്ലേ? ഇപ്പൊ പവർ സെറ്റുകളുടെ അകത്തുള്ള എലമെന്റുകളുടെ എണ്ണം സബ്സെറ്റിന്റെ എണ്ണം തന്നെയല്ലേ? സബ്സെറ്റിന്റെ എണ്ണം 2 raised to n അല്ലേ? അപ്പൊ പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയായിരിക്കും? 2 raised to n തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് യു ഷുഡ് ഹാവ് ടു ബി റിമെമ്പർ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ദാറ്റ്സ് ഓൾസോ കാൽക്കുലേറ്റഡ് ബൈ 2 raised to n. കാരണം പവർ സെറ്റിനകത്തുള്ള ആൾക്കാർ സബ്സെറ്റ് ആണ്. എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും എലമെന്റുകൾ പവർ സെറ്റിൽ ഉണ്ടാവും. സബ്സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 raised to n ആണ്. അതുകൊണ്ട് തന്നെ പവർ സെറ്റിലുള്ള എലമെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എന്ത് തന്നെയാണ്? 2 raised to n തന്നെയാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഇസ് ഈക്വൽ ടു 2 raised to n. 2 raised to n. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള 3 4 5 6 7 8 പോയിന്റുകൾ, ഈ 8 പോയിന്റുകളിൽ നിന്നാണ് കേരള PSC സബ്സെറ്റ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതെല്ലാം ഈ 8 പോയിന്റ് മുൻപ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. കേരള PSC ഈ 8 പോയിന്റിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ സബ്സെറ്റിൽ നിന്ന് ചോദിക്കൂല. സബ്സെറ്റിൽ നിന്ന് ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഓക്കെ, പിന്നെ സബ്സെറ്റ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. അല്ലെങ്കിൽ ഇത് സബ്സെറ്റ് ആണോ, ഒരു പർട്ടിക്കുലർ സെറ്റ് തന്നിട്ട് അത് സബ്സെറ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വെൻ ഡയഗ്രാം റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും സിംപ്ലിഫിക്കേഷൻ റിലേറ്റഡ് എന്താണ്
ഡിമോർഗൻസ് ലോ റിലേറ്റഡ് സിംപ്ലിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ വെൻ ഡയഗ്രം വെച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. പല ചോദ്യത്തിന്റെ ഭാഗമായിട്ട് സബ്സെറ്റുകൾ വരാം. പക്ഷെ എങ്കിൽ പോലും ഡയറക്ട്ലി സബ്സെറ്റിൽ നിന്ന് ചോദിക്കാൻ ഒരു 99% സാധ്യതയുള്ള 8 പോയിന്റുകളാണിത്. ഇതിനുള്ളിൽ നിൽക്കും സബ്സെറ്റിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഇതിൽ നിന്ന് ഏത് ചോദിച്ചാലും അറിയാത്തൊരവസ്ഥ വരരുത്. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 100% സെറ്റ് തിയറിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തേ മക്കളെ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആണ്. ഏത് സെറ്റ് എടുത്താലും നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആണ്. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2n സബ്സെറ്റുകൾ ഉണ്ട്. പ്രോപ്പർ സബ്സെറ്റുകൾ 2n-1 ആണ്. നോൺ എംറ്റി സബ്സെറ്റ് 2n-1 ആണ്. നോൺ എംറ്റി പ്രോപ്പർ 2n-2 ആണ്. സെറ്റ് എന്താണ്, ഈ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. പവർ സെറ്റിന്റെ എണ്ണം 2n ആണ്. ഓക്കെ ആണല്ലോ? യെസ്. സബ്സെറ്റിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. എയും ബിയും രണ്ട് സെറ്റുകളാണ്. എവരി എലമെന്റ് ഓഫ് എ എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. അത് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി. ഓക്കെ, എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 ആണ്. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ബി എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആണ്. 1 2 3 1 2 3 4 5 6 സോ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് എഴുതാം. ദെൻ സബ്സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2n. സൂപ്പർ സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ തിരിച്ച് ബി സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർ സെറ്റ് എന്താണെന്ന് ഓർത്ത് വെച്ചോണേ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എയുടെ സൂപ്പർ സെറ്റ് ആണ്, അത്രേ ഉള്ളൂ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എയുടെ സൂപ്പർ സെറ്റ് ആണ്. ഓക്കെ, എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. ബി കണ്ടെയ്ൻ ഓൾ എലമെന്റ് ഓഫ് എ. അതായത് ബിക്കകത്ത് എയിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടെങ്കിൽ ദെൻ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. ഓക്കെ, നോക്കിക്കേ. ബി എന്ന് പറയുന്നത് എ ബി സി ഡി എക്സെട്ര അപ് ടു XYZ. എ എന്ന് പറഞ്ഞാൽ AEIOU. ഈ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്, ശരിയല്ലേ? തിരിച്ചപ്പോ എന്ത് പറയാം? ഈ കാണുന്ന ബി എന്ന് പറയുന്നത് എയുടെ സൂപ്പർ സെറ്റ് ആണ്. ഒരു മെഗാ സൂപ്പർ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. കാരണം ഏതൊരു കോണ്ടെക്സ്റ്റ് എടുത്താലും അതിനകത്ത് വരുന്ന എല്ലാ സെറ്റുകളും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ സബ്സെറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു സൂപ്പർ സെറ്റ് ആണ് ആര്? യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച് നമുക്ക് ടൈപ്പ് ഓഫ് സെറ്റിൽ പരാമർശിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സബ്സെറ്റ് റിലേറ്റ് ചെയ്യുന്ന ഈ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഡയറക്ട്ലി 100% എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടും. അതുകൊണ്ട് മിസ് ചെയ്യരുത്. ഈസി ടു സ്കോർ സെഷൻ ആണ് ഇതൊക്കെ. ഇവിടെ നിന്നും ഒരിക്കലും ഒരു മാർക്ക് പോലും ചോർന്നു പോകരുത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, അടുത്തതിലേക്ക് പോയാലോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ടു കണ്ടീഷൻ ഉണ്ടാവരുത്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് മാത്രമായിട്ട് പറയാൻ പറ്റണം. എ ഈക്വൽ ടു ബി ആവുന്ന ഒരു കേസ് അതിനകത്ത് വരുമല്ലോ. അത് ഒഴിവാക്കിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ സബ്സെറ്റ്സ്. അതിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n-1 ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ, സെറ്റ് 1 2 3യുടെ എല്ലാ സബ്സെറ്റുകളും നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ എഴുതി. അതിലെ 1 2 3 ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എടുത്താലും അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന സെറ്റുകൾ ഏത് സെറ്റിന്റെ സബ്സെറ്റ് ആണോ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ദ സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ ആർ ലൈക്ലി ടു ബി സബ്സെറ്റ് ഓഫ് എ സെറ്റ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഡിമോർഗൻസ് ലോ വെരിഫിക്കേഷനിലാണ് പ്രധാനമായിട്ടും യൂണിവേഴ്സൽ സെറ്റിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരിക. അതായത് ഒരു യൂണിവേഴ്സൽ സെറ്റ് തരും, എ സെറ്റ് തരും, ബി സെറ്റ് തരും. എന്നിട്ട് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് +1 നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് സ്ഥിരം ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നു, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു, എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും കോയിൻസൈഡ് ചെയ്യുന്നു, ഡിമോർഗൻസ് ലോ സാറ്റിസ്ഫൈ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്യാവശ്യം സന്തോഷമുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത്. പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ, നല്ല മാർക്കും കിട്ടും, വലിയ പണിയെടുക്കണ്ട. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെ? ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ആ യു അല്ലെ, യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ വെൻ ഡയഗ്രത്തിൽ എന്തുപയോഗിച്ചാ കാണിക്കുക എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്ടാംഗിൾ ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. അതിനകത്ത് വരുന്ന സബ്സെറ്റുകളെ നമ്മൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്നാണ്
നമ്മുടെ വെന്ന് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്നത് സർക്കിളാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഏത് ഫിഗർ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ് വെന്ന് പറഞ്ഞത്. പണ്ടത്തെയൊക്കെ ചില ടെക്സ്റ്റുകളിൽ എലിപ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സർക്കിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും സംഭവം ഒക്കെ ആണല്ലോ. നമ്മൾ പിന്നെ പവർ സെറ്റ് പറഞ്ഞു. പവർ സെറ്റും കൂടെ നമുക്കൊന്ന് എഴുതി വെക്കാം. പവർ സെറ്റ് ഒന്ന് എഴുതിക്കേ. ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഈസ് കോൾഡ് പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റുകളുടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. ക്ലിയർ അല്ലേ? 1, 2, 3യുടെ സബ്സെറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സബ്സെറ്റുകൾ എല്ലാം കൂടെ ഒരു സെറ്റിനകത്ത് ആക്കിയേക്കുവാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പവർ സെറ്റ്. സബ്സെറ്റുകൾ എല്ലാം കൂടെ ഒരു സെറ്റിനകത്ത് ആക്കിയാൽ ആ സെറ്റിനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? പവർ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നൾ സെറ്റ്? താഴെ പറയുന്നതിൽ നൾ സെറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്. 4x² - 1, 4x² = 1, x² = 1/4, x is equal to ± 1/2. 2 എലമെന്റുകൾ ഉണ്ട്. അപ്പൊ ഇത് നൾ സെറ്റ് അല്ല. എക്സ് ഓഡ് ആണെങ്കിൽ x+3 ഈവൻ ആണ്. ഒരു ട്രയൽ ഇട്ട് നോക്കുക. എക്സിന് 1 കൊടുത്താൽ 1+3 4 ഈവൻ ആണ്. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്ത് വരും. x² < 3 ആണെങ്കിൽ, അപ്പൊ ഇത് നമ്മുടെ ആൻസർ അല്ല. x² < 3 ആണെങ്കിൽ x <√3, x ± √3, അതായത് -√3ക്കും +√3ക്കും ഇടയിൽ വരുന്ന വാല്യൂസ് ഒക്കെ അല്ലെ. സോ അതിന്റെ ഇടയ്ക്ക് എം ടി അല്ലല്ലോ, വാല്യൂസ് ഉണ്ടല്ലോ. റിയൽ നമ്പർ ആയതുകൊണ്ട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, x² < 0 എനിക്ക് ഒരു എക്സും പറയാനില്ല. ഏതൊരു റിയൽ നമ്പർ കൊടുത്താലും അതിന്റെ സ്ക്വയർ 0നേക്കാൾ കുറയില്ല. 0 വരാം, 0² എടുത്ത് 0 വരാം, പക്ഷെ 0നേക്കാൾ കുറയും. പിന്നെ ഇപ്പൊ ഏത് റിയൽ നമ്പർ ഞാൻ കൊടുത്താലും, എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും അതിന്റെ സ്ക്വയർ ഒരിക്കലും 0നേക്കാൾ താഴെ പോവില്ല. ഏറ്റവും കുറവ് 0. x² ഗ്രാഫ് ഓർമ്മയുണ്ടോ? അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്. പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്കുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നൾ സെറ്റ്. x ബിലോങ്സ് ടു റിയൽ നമ്പറിൽ x² < 0 നമുക്ക് ഒരു വാല്യൂസ് പോലും കിട്ടില്ല. സോ ദാറ്റ് ഈസ് എന്താണെന്ന് പറയാം നമുക്ക്? അതാണ് നമ്മുടെ നൾ സെറ്റ്. രണ്ടാമത്തെ ചോദ്യം, 2 infinite sets having m and n elements. ഇത് കേരള PSC ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കി വെച്ചോണേ. 2 sets having m and n elements. The total number of subsets of the first set is 56 more than the number of subsets of the second set. ആദ്യത്തെ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2m ആയിട്ട് എടുക്കാം. And that is 56 more than അടുത്ത സെറ്റിന്റെ 2n ആയിട്ട് എടുക്കാം, സബ്സെറ്റുകളുടെ എണ്ണം. ഓക്കെ, അകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ട്രയൽ ആൻഡ് എറർ ഇടുക എന്നുള്ളതാണ് അല്ലെ. 2m എന്ന് പറയുന്നത് 56 + 2n വരണം. ഓരോ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 2⁶ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2³ സ്ക്വയർ ആണ്. 8ന്റെ സ്ക്വയർ 64. അടുത്ത 56 + 2⁵. 6ഉം 5ഉം അല്ലേ? ഇത് എമ്മും എന്നും ആണ് കേട്ടോ. 2⁵. അതായത് 56 + 2⁵ എന്ന് പറഞ്ഞാൽ 32. 6 × 2 8, 5 6 7 8, 88. ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. 2⁶ 64, 56 + 2⁵, 56 + 8 അല്ലെ. ഇവിടെ n വാല്യൂ 3 ആണേ. അതെന്ത് കിട്ടുന്നുണ്ട്? 64. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കിട്ടും. ഓപ്ഷൻ വെരിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുള്ളൂ. കാരണം ഒറ്റ ഇക്വേഷൻ 2 അൺനോൺസ് സോൾവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒരു ഇക്വേഷന് 2 അൺനോൺസ് കിട്ടും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൺലി പോസിബിൾ വേ ഈസ് ട്രയൽ ആൻഡ് എറർ. വേണമെന്നുണ്ടെങ്കിൽ ഒരു സിംപ്ലിഫിക്കേഷൻ പരിപാടി ചെയ്യാം. 2m - 2n ഇപ്പുറത്തെടുത്തിട്ട് 2m ഔട്ട്സൈഡ് എടുത്തിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല.
ഉത്തരം നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇനി കൂടുതൽ അതിനകത്ത് മെനക്കെടേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ അങ്ങോട്ട് കൊടുത്തു നോക്കിയാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ്. നോക്കണേ, എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് 1 2 3. 1 2 3 എന്ന് പറയുന്ന സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോപ്പർ സബ്സെറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 2n-1 അല്ലെ, 2-3 - 1. ഇവിടെ കാർഡിനാലിറ്റി 3 ആണ്, 3 എലമെന്റുകൾ ഉണ്ട്. 2³ 8 - 1 ദാറ്റ്സ് ഈക്വൽ ടു 7. സോ ഓപ്ഷൻ സി 7 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി 7 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. പ്രശ്നമില്ലല്ലോ, സംഭവം സെറ്റ് അല്ലേ? ഇനി അടുത്തത് എന്താണ് വെൻ ഡയഗ്രാം? വെൻ ഡയഗ്രത്തിൽ ഈ റിലേഷൻഷിപ്സ് എമംഗ് സെറ്റ്സ്, സെറ്റുകൾ തമ്മിലുള്ള ബന്ധം, സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് എന്തെന്ന് പറയുന്നത്? വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് റിലേഷൻഷിപ്സ് എമംഗ് സെറ്റ്സ്. ഇൻ വെൻ ഡയഗ്രാം ദ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു ഉപയോഗിച്ചിട്ടാണ്. ആ യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? റെക്ടാംഗിൾ ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ക്ലോസ്ഡ് കർവുകൾ ഉപയോഗിച്ചിട്ടാണ്. യൂഷ്വലി സർക്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക വിത്തിൻ ദ റെക്ടാംഗിൾ. ആ റെക്ടാംഗിളിനുള്ളിൽ സർക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുക? വെൻ ഡയഗ്രം റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ വെൻ ഡയഗ്രത്തിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാംഗിൾ ഉപയോഗിച്ചും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ടുമാണ്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് ഫിഗർ സർക്കിൾ ആണ്. ഇനി സെറ്റിനകത്തുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഓപ്പറേഷൻ യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കോംപ്ലിമെന്റ് ഉണ്ട്. നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം, ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. എല്ലാവർക്കും ധാരണയുള്ള ഒരു ഐറ്റം ആണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. നോക്കണേ, ഫസ്റ്റ് വൺ യൂണിയൻ. രണ്ട് സെറ്റുകൾ തമ്മിൽ യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഒരുമിപ്പിക്കുക. ആ രണ്ട് സെറ്റിലുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചൊരു സെറ്റ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം റിമെമ്പർ ദാറ്റ് ഒരു എലമെന്റ് ഒന്നിലധികം പ്രാവശ്യം വരാനും പാടില്ല. അങ്ങനെ കിട്ടുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? യൂണിയൻ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 1 2 3 4 ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 3 4 5 6 ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 അതേ കണക്ക് എഴുതുക. ഫസ്റ്റ് സെറ്റ് അങ്ങോട്ട് നോക്കി എഴുതുക. ഇനി രണ്ടാമത് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. യൂണിയൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സെറ്റ് നോക്കി എഴുതുക. സെക്കൻഡ് സെറ്റ് നോക്കിയിട്ട് എഴുതാൻ ബാക്കിയുള്ളവരെ എഴുതുക. ഓൾറെഡി എഴുതിയ ആൾക്കാരെ പിന്നെ എഴുതണ്ടല്ലോ. 3ഉം 4ഉം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി 5ഉം 6ഉം കൂടെ ഉള്ളൂ. 5 6. സോ ദിസ് ഈസ് ദ യൂണിയൻ. പിടി കിട്ടിയോ? ഇനി യൂണിയന്റെ വെൻ ഡയഗ്രാം നോക്കിക്കേ. യൂണിയന്റെ വെൻ ഡയഗ്രാം അതായത് യൂണിയനകത്ത് എക്കകത്തുള്ള എലമെന്റോ അല്ലെങ്കിൽ ബിക്കകത്തുള്ള എലമെന്റോ വരാം. അതാണ് അതിന്റെ ഡെഫിനിഷൻ. നോക്കിക്കോളൂ. ഈ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാപ്പാടം പഠിച്ചോണം. കാണാപ്പാടം പഠിക്കണ്ട, മനസ്സിലാക്കി പഠിച്ചോണം സെറ്റ്. കാരണം അത് അതേ കണക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ യൂണിയൻ, ഇന്റർസെക്ഷൻ, അതിന്റെയൊക്കെ ഈ ഒരു എന്താണ് ഡെഫിനിഷൻ ഇൻ ഫോം ഓഫ് സെറ്റ് ബിൽഡർ ഫോം ഡെഫിനിഷൻ ആണ് നമുക്ക് തരിക. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോമിലുള്ള ഒരു ഡെഫിനിഷൻ ആണ് എക്സാമിന് കൂടുതലും അവർ സ്റ്റേറ്റ്മെന്റ് ഫോം ഡെഫിനിഷൻസ് അല്ല, സെറ്റ് ബിൽഡർ ഫോം ഡെഫിനിഷൻസ് ആണ് അവർ സെറ്റിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുക. അപ്പൊ ഇത് ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഡെഫിനിഷൻ പഠിച്ചു വെച്ചോണം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒന്നില്ലെങ്കിൽ എയിൽ നിന്നാവാം അല്ലെങ്കിൽ ബിയിൽ നിന്നാവാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ തന്നെ പറഞ്ഞേ, അടുത്ത പഠിക്കാൻ പോകുന്ന ഇന്റർസെക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻ ആണ് ഇന്റർസെക്ഷൻ. അല്ലെ, എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ള ആരും യൂണിയനകത്ത് വരാം. അതാണ് യൂണിയന്റെ വെൻ ഡയഗ്രാം. കണ്ട് ഈ കാണുന്ന ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മുടെ യൂണിയന്റെ വെൻ ഡയഗ്രാം. കിട്ടിയോ? ഇനി ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ആളുകളുടെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർസെക്ഷൻ. അല്ലെ, എ സെറ്റിലും ബി സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുടെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്ഷൻ. നമുക്ക് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ഈ ഒരു സാധനം അല്ലേ?
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്ഷൻ. നോക്കിക്കേ, എ സെറ്റ് എന്ന് പറയുന്ന സെറ്റ് 1 2 3 4, ബി സെറ്റ് എന്ന് പറഞ്ഞാൽ 3 4 5 6, രണ്ടിടത്തും കോമൺ ആയിട്ട് 3 ഉണ്ട് 4 ഉണ്ട്. 3 4 ആണ് നമ്മുടെ ഇന്റർസെക്ഷൻ. കിട്ടിയോ? 3 4 ആണ് നമ്മുടെ ഇന്റർസെക്ഷൻ. അപ്പം എന്താണ്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റർസെക്ഷൻ. ഓക്കെ, ഇന്റർസെക്ഷനിൽ ഒരു നോട്ട് നമുക്കൊന്ന് എഴുതി വെക്കണം. ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. കാരണം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, ഇന്റർസെക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്റർസെക്ഷൻ എടുക്കാൻ പറ്റില്ല. ഈ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ ദെൻ എ ആൻഡ് ബി ആർ കോൾഡ്, പേര് മനസ്സിൽ വന്നോ മക്കളെ, എന്തായിരുന്നു? എ ആൻഡ് ബി ആർ കോൾഡ് ഡിസ്ജോയിന്റ് സെറ്റ്സ് അല്ലെ? ഡിസ്ജോയിന്റ് സെറ്റ്സ്. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ ആ എനെയും ബിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്? ഇപ്പൊ ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രം എങ്ങനെയായിരിക്കും വരിക? ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രം ഇങ്ങനെ മാറ്റി മാറ്റി വരയ്ക്കുക. ഇത് എ സെറ്റ്, ഇത് ബി സെറ്റ്. എ സെറ്റും ബി സെറ്റും ഇങ്ങനെ മാറ്റി മാറ്റി വരയ്ക്കുക, കാരണം അവർക്ക് കോമൺ ആയിട്ട് ആരുമില്ല. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. സോ ദിസ് ഈസ് ദ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ ഫോർ ഡിസ്ജോയിന്റ് സെറ്റ്. ഇത് ഈ വെൻ ഡയഗ്രം ഉൾപ്പെടെ എക്സാമിന് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നോട്ട് ദ പോയിന്റ്. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ യൂണിയൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു. നെക്സ്റ്റ് ഡിഫറൻസ്, എ ഡിഫറൻസ് ബി. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. എയിലുണ്ട്, ബിയിലില്ല. എയിലുണ്ട്, ബിയിലില്ല. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ മൈനസ് ബി. തിരിച്ച് ബി മൈനസ് എ എന്തായിരിക്കും? ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട്, എയിലില്ല. അതായത് ഇങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷൻ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, ബിയിലില്ല, അങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷൻ. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഇവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി ഇ, ബി എന്ന് പറഞ്ഞാൽ എ സി ഇ ജി ഐ. ഞാൻ ഓരോ എലമെന്റ്, എനിക്ക് എ മൈനസ് ബി വേണം, അപ്പൊ ഞാൻ എയിലുണ്ട് എന്നുള്ളൊരു ഐഡിയ. ഇപ്പൊ ഇവിടെ എ ഞാൻ നോക്കി, അത് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. പക്ഷെ എയിലുണ്ട്, ബിയിൽ ഇല്ലെങ്കിലേ എനിക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ബി ഞാൻ നോക്കുന്നു, ബി എനിക്ക് എയിലുണ്ട്, ബിയിലില്ല. അപ്പൊ എന്റെ ആൻസറിൽ ആര് വരും? ബി വരും. കിട്ടിയോ? ഇനി സി ഞാൻ നോക്കുന്നു, രണ്ടിടത്തും കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഡി നോക്കുക, ഡി എയിലുണ്ട്, ബിയിലില്ല. അപ്പൊ എന്റെ ആൻസറിൽ ആര് വരും? ഡി വരും. ഇനി അടുത്ത് ഞാൻ ഇ നോക്കുന്നു, ഇ ഇപ്പുറത്തും ഉണ്ട്, അത് എടുക്കാൻ പറ്റത്തില്ല. സിമ്പിൾ ആയിട്ട് കഥ പിടി കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ തിരിച്ച് ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട്, എയിലില്ല. ചുരുക്കി പറഞ്ഞാൽ രണ്ടിടത്തും കോമൺ ആയിട്ട് ഒരു ഇതിനേക്കാളി കുറച്ചുകൂടെ എളുപ്പവഴി പറഞ്ഞുതരാം ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളവരെയൊക്കെ ഒന്ന് വട്ടമിട്ട് വെക്കുക. ഇവിടെ നോക്കണേ, ഞാൻ ആദ്യം തുടയ്ക്കാം. എ മൈനസ് ബിയുടെ എളുപ്പവഴി പറഞ്ഞിട്ട്, രണ്ടിടത്തും ഇവിടെ എ രണ്ടിടത്തും കോമൺ ഉണ്ട്. പിന്നെന്താ, ഇ ഉണ്ട് രണ്ടിടത്തും. പിന്നെ സി ഉണ്ട് ഇവിടെ. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളവരെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടു. ഇനി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിൽ പെടാതെ ബാക്കി എക്കകത്തുള്ളവർ ബിയും ഡിയും. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിൽ കോമൺ ആയിട്ടുള്ളവരാണല്ലോ റൗണ്ട് ചെയ്യുന്നത്, അതിൽ പെടാതെ ബാക്കി ജിയും ഐയും. അതാണ് ബി മൈനസ് എ. കിട്ടിയോ? ഇപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, ബിയിലില്ല. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട്, എയിലില്ല. അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഇനി അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. അത് തന്നെ അവരുടെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. എക്സ് എയിലുണ്ട്, എക്സ് ബിയിലില്ല. അത്രേ ഉള്ളൂ. അതായത് ബിയുടെ ഒരു സ്വാധീനം പോലും എക്ക് ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്ന് ആ വെൻ ഡയഗ്രം ഒന്ന് ഒബ്സർവ് ചെയ്തേ. സംഭവം സെറ്റ് അല്ലേ? അതായത് ഇത് ബിയുടെ കൂടെ, ഇത് ബിയുടെയും കൂടെ പോർഷനാ. അതിന്റെ സ്വാധീനം നമുക്ക് വേണ്ട. എ ഒറ്റയ്ക്ക് നിൽക്കുന്നവനാ. എ ഒറ്റയ്ക്ക്, എ മാത്രമുള്ള സ്ഥലം ഷെയ്ഡ് ചെയ്താൽ മതി. ബിയുടെ ഒന്നും നമുക്ക് വേണ്ട. അന്തസ്സുള്ള ആളാണ് എ. ഓക്കെ, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ബിയുടെ ഒന്നും നമുക്ക് വേണ്ട, എനിക്ക് ഉള്ളത് മതി. ഉള്ള ഷെയ്ഡഡ് പോർഷനായിട്ട് മാറിയെന്നുള്ള. ഓക്കെ, അതാണ് എ. ഇപ്പൊ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എ മൈനസ് ബി. ശരിയാണല്ലോ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എയുടെ എന്ന് പറഞ്ഞ മക്കളെ, ബി മൈനസ് എയുടെ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞേ. അതായത് ബിയും എന്താണ്, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ ഒന്നും വേണ്ട. ഇപ്പൊ ബി മൈനസ് എക്ക് എയുടെ ഒന്നും വേണ്ട, ബിക്ക് അന്തസ്സുണ്ട്. സോ നോക്കിക്കേ, ഇത് നമ്മുടെ എ, ഇതാണ് നമ്മുടെ എ, ഇതാണ് ബി, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. നോക്ക്, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന സാധനമാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബി മൈനസ് എ ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ മൈനസ് ബി. ഇത് ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ചിത്രം ഈ എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിൽ യൂണിയൻ എടുത്ത ചിത്രമല്ലേ ഞാനിപ്പോ വരച്ചേക്കുന്നത്, ശരിയല്ലേ? അതായത് എ മൈനസ് ബിയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്, ബി മൈനസ് എയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാ ആൾക്കാരും ചേരുവാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് യൂണിയൻ. എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിലുള്ള യൂണിയൻ ആണ് ഞാൻ ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്, ശരിയല്ലേ? ഇവനെ നമുക്കൊരു പേര് വിളിക്കാം, എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ദിസ് ഈസ് കോൾഡ് എ ഡെൽറ്റ ബി. എ ഡെൽറ്റ ബി, extremely important for your upcoming exam. A delta B. This is what is called symmetric difference of A and B. Symmetric difference of A and B. Symmetric difference of എന്താണ് A and B. എയുടെയും ബിയുടെ എന്തെന്ന് വിളിക്കും ഇതിനെ? സിമെട്രിക് ഡിഫറൻസ് എന്ന് വിളിക്കും. എ ഡെൽറ്റ ബി. എ ഡെൽറ്റ ബി നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും യൂണിയൻ എടുക്കാം. വേറൊരു ആംഗിളിൽ ചിന്തിച്ചേ മക്കളെ, വേറൊരു ആംഗിളിൽ ചിന്തിച്ചേ. ഞാൻ ഇപ്പൊ ഷെയ്ഡ് ചെയ്തേക്കുന്ന സാധനം എന്തുവാ നോക്കണേ മക്കളെ. ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്ന സാധനം എന്തുവാ, നിങ്ങൾ തന്നെ പറഞ്ഞേ. എ യൂണിയൻ ബി അല്ലേ? എയും ബിയും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് അടങ്കല് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എ എന്താണ്? എ യൂണിയൻ ബി ആണ് ഇത്, ശരിയാണല്ലോ? എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബിയിൽ നിന്നും ഞാൻ ഈ കാണുന്ന പോർഷൻ, എ ഇന്റർസെക്ഷൻ ബി പോർഷൻ ഉണ്ടല്ലോ, ഈ നടുക്ക് കാണുന്ന പോർഷൻ, ഈ എ യൂണിയൻ ബിയിൽ നിന്നും നോക്കണേ, ഈ എ യൂണിയൻ ബിയിൽ നിന്നും ഞാൻ ഈ എ ഇന്റർസെക്ഷൻ ബി പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ, ആ എ യൂണിയൻ ബിയിൽ നിന്നും ആ നടുക്കുള്ള എ ഇന്റർസെക്ഷൻ ബിനെ മാറ്റിയാൽ, കുറച്ച് കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന സാധനമല്ലേ എ ഡെൽറ്റ ബി, ശരിയല്ലേടോ? ബാക്കി കിട്ടുന്ന സാധനമല്ലേ എ ഡെൽറ്റ ബി. ഞാൻ എന്നെ ഒന്ന് മായ്ക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി, നോക്കിക്കോണേ. യെസ്, ഇപ്പൊ കിട്ടിയ സാധനമല്ലേ എ ഡെൽറ്റ ബി. ആ നടുക്കലത്തെ പോർഷൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടുന്നുണ്ട്? എ ഡെൽറ്റ ബി കിട്ടുന്നില്ലേ? എയുടെയും ബിയുടെയും സിമെട്രിക് ഡിഫറൻസ് കിട്ടുന്നില്ലേ? സോ ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറച്ചാലും എനിക്ക് എന്ത് കിട്ടും? എ ഡെൽറ്റ ബി കിട്ടും, ശരിയല്ലേ? എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറച്ചാലും എനിക്ക് എന്ത് കിട്ടും? എ ഡെൽറ്റ ബി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു. എ ഡെൽറ്റ ബി കണ്ടുപിടിക്കാൻ എന്റെ കയ്യിൽ രണ്ടുണ്ട് മാർഗം. ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഏതാണോ ഈസിയസ്റ്റ് വേ അതുമായിട്ട് മുന്നോട്ട് പോവുക. എ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു, ഒന്നില്ലെങ്കിൽ നമുക്ക് എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിൽ യൂണിയൻ എടുക്കാം, അല്ലെ? ഒന്നില്ലെങ്കിൽ നമുക്ക് എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിൽ യൂണിയൻ എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബോക്സ് ചെയ്ത് വരച്ച് പഠിച്ചോണേ, ബോക്സ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചോണം, ഫിഗർ ഉൾപ്പെടെ. ഓക്കെ, ഈ വെൻ ഡയഗ്രം തന്നിട്ട് എക്സാമിന് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. കണ്ടോ, ഈ വെൻ ഡയഗ്രം തന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് കണ്ടിട്ട് ഇത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പണിപാളിയില്ലേ? സിമെട്രിക് ഡിഫറൻസ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈ വെൻ ഡയഗ്രം അനുസരിച്ച് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് ചോദ്യം. സിമെട്രിക് ഡിഫറൻസ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പണിപാളിയില്ലേ? യെസ്, നോക്ക്, സിമെട്രിക് ഡിഫറൻസ് ഒന്ന് എഴുതി വെക്കുക. സിമെട്രിക് ഡിഫറൻസ്, എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്, ദെൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി. എന്താണ് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈസ് കോൾഡ് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എന്താണ്? എ ആൻഡ് ബി. എ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഓർ എങ്ങനെയും കണ്ടുപിടിക്കാം, എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി, ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്തോണേ.
ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി ഇ ആണ്, എ സി ഇ ജി ഐ ആണ്. എ ഡെൽറ്റ ബി കണ്ടുപിടിക്കണമെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും യൂണിയൻ എടുത്താൽ മതി. എ മൈനസ് ബി ബി ഡി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റൻ ആണ്. ബി മൈനസ് എ ജി ഐ അതിന്റെ യൂണിയൻ എടുത്താൽ ബി ഡി ജി ഐ. സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. ദെൻ എന്താണ് ഇപ്പൊ എന്താ സിമെട്രി ഡിഫറൻസ് എന്ന് പഠിച്ചല്ലോ. നെക്സ്റ്റ് കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. നോക്കണേ. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ്. അതായത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ സെറ്റിനെ അങ്ങ് കുറച്ചാൽ മതി. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ സെറ്റം കുറച്ചാൽ മതി. അതായത് ആ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാർ. എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് 1 മുതൽ 10 വരെ. ഓക്കെ, 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ഓർമ്മയുണ്ടോ? ചുമ്മാ പറഞ്ഞാണ്, പെട്ടെന്ന് ഇത് പറയുമ്പോൾ എനിക്കത് ഓർമ്മ വരും. അടിപൊളി പടമാണ് 1 മുതൽ 0 വരെ. പണ്ടത്തെ ഒരു മോഹൻലാലിന്റെ സിനിമയാണ്. എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമകളിൽ ഒന്നാണത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞത് 1 2 3 4 5 6 7 8 9 10. അതിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്ന സെറ്റ്. 1 3 5 7 9. ഓക്കെ, ഈ എയുടെ കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എയുടെ കോംപ്ലിമെന്റ് 1 3 5 7 9. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 3 5 7 9ന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 3 5 7 9 ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാർ. ബാക്കി ആരൊക്കെ ഉണ്ട്? 2 4 6 8 10. ആ ഒരു ഓഡ് നമ്പേഴ്സ് ഒഴിവാക്കിയ ബാക്കി ഈവൻ നമ്പേഴ്സ് കിടപ്പില്ലേ? 2 4 6 8 10. അത്രേ ഉള്ളൂ. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റ് ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ആ എ സെറ്റ് മാറ്റി ബാക്കി യൂണിവേഴ്സൽ സെറ്റ് ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? യെസ്, സെറ്റാണല്ലോ. ഇതാണ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സിമെട്രിക് ഡിഫറൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. നോക്കിക്കേ. The shaded region in the given figure represents which value of the set? എ സെറ്റ് ഉണ്ട്, ബി സെറ്റ് ഉണ്ട്. ഷെയ്ഡഡ് റീജിയൻ എ ഡെൽറ്റ ബി ആണ്. കാരണം എ ഡെൽറ്റ ബിയുടെ വെൻ ഡയഗ്രം നമുക്കറിയാം. എ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇത് ചെയ്യാം, അല്ലെങ്കിൽ എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി കുറച്ചാലും മതി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, ബിയിലില്ല. അത് എഴുതാനുള്ള എളുപ്പവഴി എന്താണ്? രണ്ടിടത്തുള്ളവരെ ഒന്ന് വട്ടമിട്ട് വയ്ക്കുക. 18 18 രണ്ട് സ്ഥലത്തുമുണ്ട്. 36 36 രണ്ട് സ്ഥലത്തുമുണ്ട്. 27 ഇപ്പുറത്തില്ല. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, ബിയിലില്ല. ബിയിലില്ലാത്ത എയിലുള്ള ആൾക്കാർ 9 27 ആണ്. യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എയിലില്ലാത്ത ബിയിലുള്ള ആൾക്കാർ 54 72 ആണ്. ഇതിന്റെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 9 27 54 72. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും. ഓക്കെ ആണോ നോക്കണേ. 9 27 54 72. ക്ലിയർ അല്ലേ? 9 27 54 72. ഇനി നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ ക്വസ്റ്റ്യൻസിലേക്ക് അങ്ങ് കയറാം. കാരണം നമുക്കിനി റിലേഷൻസും ഫംഗ്ഷൻസും കൂടെ അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് 1 മണിക്കൂർ വെച്ച് പോയാലേ നമുക്ക് കാര്യം നടക്കുകയുള്ളൂ. നിങ്ങൾ കുറച്ച് മെനക്കെട്ടിരുന്ന് പഠിക്കണം. അല്ലാണ്ട് വേറെ വഴിയില്ല മക്കളെ. നമുക്ക് അധികം സമയമില്ല ഇനി കളയാനായിട്ട്. ലോസ് ഓഫ് ഓൾജിബ്ര നമുക്ക് അത്യാവശ്യം റിവിഷനും കാര്യങ്ങളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യണ്ടേ. ലോസ് ഓഫ് ഓൾജിബ്ര ഓഫ് സെറ്റ്സ്. പെട്ടെന്ന് കുറച്ച് ലോസ് ഒന്ന് നോക്കി വരാം. ആദ്യത്തേക്കൊന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഐഡംപൊട്ടൻ ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ തന്നെയായിരിക്കും, എ ഇന്റർസെക്ഷൻ എ തന്നെയായിരിക്കും. ഐഡന്റിറ്റി ലോ എ യൂണിയൻ നൾ സെറ്റ് എ തന്നെയായിരിക്കും, എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എ തന്നെയായിരിക്കും, എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് യു തന്നെയായിരിക്കും. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് വായിച്ചു വിടുക. കമ്മ്യൂട്ടേറ്റീവ് ലോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അസോസിയേറ്റീവ് ലോ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി. ബ്രാക്കറ്റ് മാറ്റിയിട്ടാൽ മതി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ബ്രാക്കറ്റുകളുടെ പൊസിഷൻ മാറുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഈസ് ഇമ്പോർട്ടന്റ്. എമംഗ് ദാറ്റ് ഇത്രയും നേരം പറഞ്ഞതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒന്ന് നോക്കണം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി
ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നോക്കി വെച്ചോളൂ. നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് ഡി മോർഗൻസ് ലോ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യാർഹിതമായ ഒരു സംഗതിയാണ് ഡി മോർഗൻസ് ലോ. എയും ബിയും സിയും 3 സെറ്റുകളാണ്. ഡി മോർഗന്റെ 2 നിയമങ്ങളുണ്ട്. ഏതൊക്കെയാണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഈ 2 നിയമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി മോർഗൻ നിയമങ്ങൾ, ഡി മോർഗൻസ് ലോസ്. ഈ ഡി മോർഗൻസ് ലോ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് പ്രോബബിലിറ്റി പഠിക്കാനുണ്ട്. പ്രോബബിലിറ്റിയിലും ഡി മോർഗൻസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബബിലിറ്റിയിലെ പല ക്വസ്റ്റ്യൻസും ഡി മോർഗൻസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓൺ സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് ഡി മോർഗൻസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. എലമെന്ററി സെറ്റ് തിയറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം സെറ്റ് കംപ്ലീറ്റ് അവർ സിലബസിൽ പറയുന്നുണ്ട്. ആ ഒറ്റ വാക്കിൽ ഒതുങ്ങും ഇതെല്ലാം. ഓക്കെ, പക്ഷെ ഇതെല്ലാം പഠിച്ച് തന്നെ എക്സാമിന് പോകണം. നമുക്ക് എന്താണ് മൊഡ്യൂളിന്റെ വെയിറ്റേജ് കാണുമ്പോൾ നമുക്കറിയാം എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നോക്കണേ. നെക്സ്റ്റ് ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ബാക്കി കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതിനകത്ത് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട 1-2 ഞാൻ പറയാം. ഈ ടിക്ക് ചെയ്ത 1ഉം 2ഉം മസ്റ്റ് ആയിട്ട് പഠിക്കണം. എ മൈനസ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ മൈനസ് ബി തിരിയും ഇന്റർസെക്ഷൻ എ മൈനസ് സി. ശ്രദ്ധിക്കണം, മൈനസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കണം. എ മൈനസ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ അല്ല, ഇന്റർസെക്ഷൻ ആവും എ മൈനസ് സി. എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ എ മൈനസ് സി. അത് രണ്ടും മസ്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, ഇനി എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്, അഥവാ ബി കോംപ്ലിമെന്റിന് എ കോംപ്ലിമെന്റ് കുറയ്ക്കുന്നതാണ്. എ മൈനസ് ബി എന്ന് പറയുന്നതാണ് എ ഇന്റർസെക്ഷൻ. എയിൽ നിന്ന് എ മൈനസ് ബി പോർഷൻ കുറച്ചാൽ അത് നടുക്കുള്ള പോർഷൻ ആയി, എ ഇന്റർസെക്ഷൻ ബി ആയി. ശരിയല്ലേ? എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറച്ചാൽ അത് എന്താണ്? എ ഓൺലി ആയി. അതും കൂടെ നോക്കുകയാണെ. എൻ ഓഫ് എ ഓൺലി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എൻ ഓഫ് എ മൈനസ് ബി ആണ്, എയുടെ മാത്രം പോർഷൻ. അതായത് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എൻ ഓഫ് എ ഓൺലി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതൊന്ന് നോക്കി വെച്ചോണേ. എൻ ഓഫ് എ ഓൺലി എന്താണ്? എൻ ഓഫ് എ ഓൺലി എൻ ഓഫ് എയിൽ നിന്ന് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുന്നതാണ് എൻ ഓഫ് എ ഓൺലി എന്ന് പറയുന്നത്. എൻ ഓഫ് എ ഓൺലി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോണേ. എ മൈനസ് ബി എന്ന് പറയുന്നത് ബി മൈനസ് എ ആവണമെന്നുണ്ടെങ്കിൽ എയും ബി ഈക്വൽ ആവണം. എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി ആവണമെന്നുണ്ടെങ്കിൽ എയും ബി ഈക്വൽ ആവണം. എ യൂണിയൻ എ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നൾ സെറ്റ് ആണ്. ഓക്കെ, എയുടെ കോംപ്ലിമെന്റ് ആണല്ലോ യൂണിവേഴ്സൽ സെറ്റിൽ, ബാക്കിയുള്ള ആൾക്കാരാണല്ലോ എ കോംപ്ലിമെന്റിൽ വരിക. അത് എയുമായിട്ട് യൂണിയൻ എടുത്ത് തിരിച്ച് യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ് കിട്ടുക. എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്കകത്തുള്ള ഒരു എലമെന്റ് പോലും അവിടെ ഉണ്ടാവില്ല. അതിന്റെ ഇന്റർസെക്ഷൻ അപ്പൊ എന്തായിരിക്കും? എയും എ കോംപ്ലിമെന്റും ഒരു എലമെന്റ് പോലും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ബാക്കിയുള്ള എലമെന്റുകളാണല്ലോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എഴുതുക. സോ അതിന്റെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. ശരിയല്ലേ? യെസ്. ഇനി കാർഡിനാലിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന റിസൾട്ട് റിലേറ്റഡ് ടു കാർഡിനാലിറ്റി ഓഫ് സെറ്റ്സ്, അഡീഷൻ തിയറംസ് എന്ന് വിളിക്കും. ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. എൻ ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആവും. ഇപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി എൻ ഓഫ് എ മൈനസ് ബി, എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്, എൻ ഓഫ് എ ഓൺലി. അത് ഇവിടെ ഒന്നുകൂടെ എഴുതാൻ ഞാൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എൻ ഓഫ് എ ഓൺലി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് ബി ആണ്. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ സം ക്വസ്റ്റ്യൻസ്. അതായത് സ്ഥിരമായി PSC ചോദിച്ച ചില ചോദ്യങ്ങളിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണത്. ഓക്കെ, യെസ്. അതായത് എൻ ഓഫ് എ മൈനസ് ബിയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും കൂട്ടിയാൽ എൻ ഓഫ് എ കിട്ടും എന്നർത്ഥം. ഇനി 3 പേര് വരുന്ന കേസ്, എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. 3 പേര് വരുന്ന കേസിൽ നമ്മൾ ഒരിക്കലും
ഇക്വേഷൻ ഉപയോഗിക്കില്ല, വെൻ ഡയഗ്രം വരച്ചേ ചെയ്യാൻ സാധ്യതയുള്ളൂ. എങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി ഓരോരുത്തരുടെയും കാർഡിനാലിറ്റി ആഡ് ചെയ്യുക. എന്നിട്ട് പെയർ വൈസ് ഇന്റർസെക്ഷൻസിന്റെ കാർഡിനാലിറ്റി കുറയ്ക്കുക. എ ഇന്റർസെക്ഷൻ ബിയുടെ കാർഡിനാലിറ്റി, ബി ഇന്റർസെക്ഷൻ സിയുടെ കാർഡിനാലിറ്റി, എ ഇന്റർസെക്ഷൻ സിയുടെ കാർഡിനാലിറ്റി, അത് മൂന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. എന്നിട്ട് 3 പേരുടെയും കൂടെ ഇന്റർസെക്ഷന്റെ കാർഡിനാലിറ്റി അവസാനം കൂട്ടുന്നു. ദിസ് ഈസ് ദ ഫോർമുല. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, യെസ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നിർത്താം കേട്ടോ. ബോറടിച്ച് തുടങ്ങിയെന്നറിയാം എല്ലാവർക്കും, വേറെ വഴിയില്ലാതായി പോയി. ഓക്കെ, നമുക്ക് പറഞ്ഞ് തീർത്തല്ലേ പറ്റുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ കേട്ടോ. നോക്കിയോളൂ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. In a group of 500 students, there are 475 students who can speak Hindi. 200 can speak Bengali. What is the number of students can speak Hindi only? only വരുന്ന സാധനം പിടികിട്ടിയോ? അതാണ് ഞാൻ ഇവിടെ എല്ലാം ഈ കാണുന്ന only സംഭവം എഴുതി വെക്കുന്നത്. only ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. സോ എൻ ഓഫ് ഹിന്ദി ഓൺലി, അതായത് എൻ ഓഫ് ഹിന്ദിയിൽ നിന്ന് ആര് വേണ്ട? ഹിന്ദി ഉണ്ട്, ബംഗാളി ഉണ്ട്. ഹിന്ദിയിൽ നിന്ന് ബംഗാളി കുറയ്ക്കണം. അതായത് എൻ ഓഫ് ഹിന്ദി മൈനസ് എൻ ഓഫ് ഹിന്ദി ഇന്റർസെക്ഷൻ ബംഗാളി. ഓക്കെ, ഇനി വായിച്ചു നോക്കാം. ഹിന്ദി ഇന്റർസെക്ഷൻ ബംഗാളി നമുക്ക് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാം. ഹിന്ദി ഇന്റർസെക്ഷൻ ബംഗാളി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഹിന്ദി പ്ലസ് എൻ ഓഫ് ബംഗാളി മൈനസ് എൻ ഓഫ് ഹിന്ദി യൂണിയൻ ബംഗാളി. ഹിന്ദി പറയുന്ന എത്ര പേരുണ്ട്? 475. ബംഗാളി പറയുന്ന എത്ര പേരുണ്ട്? 200. മൊത്തം എത്ര പേരുണ്ട് യൂണിയൻ? 500. ഇതാദ്യം കണ്ടുപിടിക്കാം. 5 7 675 മൈനസ് 500. 5 7 175. ശരിയാണല്ലോ. സോ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എൻ ഓഫ് ഹിന്ദി സംസാരിക്കുന്ന എത്ര പേരുണ്ട്? 475. ഹിന്ദി ഇന്റർസെക്ഷൻ ബംഗാളി എത്ര പേരുണ്ട്? 175. കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 0 0 3 അല്ലെ? 300. ഓപ്ഷൻ ബി 300 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നോക്കണം. സോ ഓപ്ഷൻ ബി 300 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് സെറ്റ് തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഇപ്പോൾ സിലബസിൽ ഓരോ ടോപ്പിക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സിലബസിൽ അടുത്ത പറയുന്നത് റിലേഷൻസ് പറയുന്നുണ്ട്, പാർഷ്യൽ ഓർഡർ റിലേഷൻസ് പറയുന്നുണ്ട്, ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിയററ്റിക്കൽ സൈഡ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് അതിന്റെ MCQ ഡിസ്കഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് നമ്മൾ വെക്കുന്നതായിരിക്കും. ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ സിലബസ് കവർ ചെയ്ത് പോകുന്നത്. ഒരിക്കലും MCQ മാത്രം കണ്ടുകൊണ്ട് എക്സാമിന് പോകരുത്, ഒരു പ്രയോജനവും ഇല്ല. ഒന്ന് മാറ്റി ചോദിച്ചാൽ പണി പാളും. എങ്ങനെ ചോദിച്ചാലും ചെയ്യണമെങ്കിൽ തിയററ്റിക്കൽ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ എവരി ക്ലാസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ക്ലാസ്സും നന്നായിട്ട് കണ്ടുപിടിച്ചോണം. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് തിയറി പറയേണ്ട കേസിൽ പോലും ഞാൻ തിയറി കഴിഞ്ഞ 1-2 നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് തിയറി കഴിഞ്ഞ 1-2 MCQ ഞാൻ ഇടും. സാധാരണ ഞാൻ തിയറി ഫുൾ ഒറ്റ സെക്ഷൻ അങ്ങ് പറയുമായിരുന്നു. ഇപ്പൊ ഞാൻ അത് ചെയ്യാറില്ല. കുറച്ച് തിയറി പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ ഞാൻ ഇടും. കാരണം നിങ്ങൾക്ക് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് MCQ മാത്രം. ഇപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിത്തറ പണിഞ്ഞിട്ടേ ബിൽഡിംഗ് മണ്ടക്കോട്ട് ഉയർത്താവുള്ളൂ. ആദ്യം കയറി ബിൽഡിങ്ങിൽ കയറി പിടിക്കരുത്. അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും അത് പൊളിഞ്ഞു വീഴും. ഓക്കെ, ആദ്യം അടിത്തറ പണിയുക, എന്നിട്ട് ബിൽഡിംഗ് പണിയുക. അങ്ങനെയാണ്. ആദ്യം തിയറി നന്നായിട്ട് പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഏത് ടോപ്പിക് ആണെങ്കിലും അടിത്തറ പണിഞ്ഞിട്ടേ ബിൽഡിങ് കൈവയ്ക്കാവുള്ളൂ. നേരിട്ട് ബിൽഡിങ്ങിലോട്ട് കയറരുത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.